ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് വിൻസറിൻ്റെ ഫ്രണ്ട് ബമ്പർ എങ്ങനെ റിമൂവ് ചെയ്യുന്നുള്ള വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ആരും ചെയ്തിട്ടില്ല, നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ബാറ്ററി ടെർമിനൽ റിമൂവ് ചെയ്യുകയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. ടെർമിനൽ ഒരു സൈഡിലേക്ക് വെക്കുക. ഹെഡ് ലാമ്പിൻ്റെ പൊക്കത്തായിട്ട് ഒരു മോൾഡിങ് പോലുണ്ട്. അതാദ്യം വേണം നമുക്ക് അഴിക്കാൻ, ബമ്പർ അഴിക്കുന്നതിന് മുമ്പായിട്ട്. അതിന് 10-ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഇത് ഈ കാണുന്ന കണ്ടില്ലേ, കുറേ അധികമുണ്ട്. ഇതെല്ലാം അഴിച്ചതിന് മാത്രമേ ആ മോൾഡിങ് മാത്രമേ നമുക്ക് ഊരിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ബോൾട്ടെല്ലാം അഴിച്ചതിന് ശേഷം മോൾഡിങ്ങിൽ പിടിച്ച് ശക്തിക്ക്, പൊട്ടിയൊന്നും പോകത്തില്ല, ശക്തിക്ക് നേരെ ഒരു വലി വലിക്കുക. 2-3 ക്ലിപ്പ് ഇങ്ങനെ നിരന്നിരിപ്പുണ്ട്. അതിലാണ് ഈ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ നേരെ വലിച്ചിടുന്ന നമുക്ക് ഊരി മാറ്റാവുന്നതാണ്. ഊരി മാറ്റി അത് റിമൂവ് ചെയ്തതിന് ശേഷം സെൻട്രലായിട്ട് ഒരു ബാർ ലൈറ്റ് പോലെ ഇട്ട് നമുക്ക് വിൻസറിന് അത് ഊരിയെടുക്കണം. എങ്കിലേ നമുക്ക് ബമ്പർ അഴിക്കാൻ പറ്റുള്ളൂ. അതും 10-ൻ്റെ ബോൾട്ട് തന്നെയാണ് നമുക്ക് വരുന്നത്. അത് നമുക്ക് അഴിച്ചെടുക്കേണ്ടതാണ്. അത് കഴിയുമ്പോൾ അതിൻ്റെ പൊക്കത്തായിട്ട് ആ ബാർ ലൈറ്റിൻ്റെ ഒരു കപ്ലർ വരുന്നുണ്ട്. അതൊരു ക്ലിപ്പ് റിമൂവർ വെച്ച് ജസ്റ്റ് തിക്കി ഊരിയിട്ട് കപ്ലർ ഊരി വേണം നമ്മളത് സേഫായിട്ട് ഊരിയെടുക്കണം, പൊട്ടിപ്പോകാതെ സേഫായിട്ട് അത് ഊരി മാറ്റിയതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ബാർ ലൈറ്റില്ലേ, നേരെ പൊക്കത്തേക്ക് വേണം പൊക്കാൻ. നേരത്തെ വലിച്ച പോലെ ഫ്രണ്ടിലേക്കല്ല, നേരെ സ്ട്രെയിറ്റ് മേലോട്ട് വേണം വലിച്ചെടുക്കാൻ. ഒരു മെറ്റലിൻ്റെ ക്ലിപ്പ് അതിലുണ്ടെങ്കിൽ കാണിച്ചു തരാം. അതിലാണ് ഈ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ മേലോട്ട് വേണം. ഇത് കണ്ടില്ലേ, ഈ മെറ്റൽ ക്ലിപ്പിലേക്കാണ് അത് പ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഇത് പൊക്കത്തേക്ക് വേണം നമ്മൾ അത് റിമൂവ് ചെയ്തെടുക്കാൻ. റിമൂവ് ചെയ്തെടുത്ത് വേണം. ഇനിയാണ് നമ്മൾ ബമ്പറിൻ്റെ ബോൾട്ട് അഴിച്ച് തുടങ്ങുന്നത് തന്നെ. അതും 10-ൻ്റെ തന്നെയാണ്. അതുകൊണ്ട് അതും 10-ൻ്റെ ബോൾട്ട് തന്നെയാണ്, അത് അഴിച്ചെടുക്കുക. പിന്നെ നമുക്ക് വരുന്നത് ബമ്പറിൻ്റെ അടിയിൽ 7-ൻ്റെയാണ്. 7-ൻ്റെ ബോൾട്ട് ഒരു 4 വരുന്നുണ്ട്. അത് താഴത്ത് കിടന്ന് വേണം നമുക്ക് അഴിക്കാനായിട്ട്. പിന്നെ ഫെൻഡറിൻ്റെ സൈഡിലേക്ക് ഒരു 7-ൻ്റെ വരുന്നുണ്ട്. ഇത് ഡാമേജ് ആയതുകൊണ്ടാണ് നമ്മളിപ്പോൾ സൈഡിലേക്ക് വലിച്ച് അഴിക്കാൻ പറ്റാത്തതുകൊണ്ട് സൈഡിലേക്ക് വലിച്ച് നിവർത്തുന്നത്. അത് നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളെല്ലാ വണ്ടിയിലും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് രണ്ട് സൈഡിൽ നിന്നും ജസ്റ്റ് ഒരു ബ്രാക്കറ്റാണ്, അത് ജസ്റ്റ് ഇങ്ങനെ വലിച്ചാൽ മതി. താഴത്തും പൊക്കത്തുനിന്ന് വിടുമ്പോൾ ഫെൻഡർ ലൈനറും ഇട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലും ചെന്ന് നമ്മൾ പയ്യെ എല്ലാ വണ്ടിയും അഴിക്കണ പോലെ തന്നെ സൈഡിലേക്ക് വലിച്ചാൽ മാത്രം മതി. ബോൾട്ടെല്ലാം നമ്മൾ അഴിച്ചു കഴിഞ്ഞല്ലോ. ബമ്പർ ഇതുപോലെ ഊരി വരും. ബമ്പർ ഊരുമ്പോൾ ആ MG എന്ന് എഴുതിയ ലോഗോയുടെ അടിയിൽ ഒരു മെറ്റലിൻ്റെ ലോക്കുണ്ട്. ഭാഗ്യത്തിന് നമുക്ക് പെട്ടെന്ന് ഇത് ഊരി വന്നു. സാധാരണ അങ്ങനെ ഊരി വരാറില്ല. പിന്നെ അത് MG എന്ന് എഴുതിയ ലോഗോൻ്റെ കപ്ലറാണ് നമ്മളിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. 2 ഉണ്ട്. ഹെഡ് ലാമ്പിൻ്റെ അടിയിലായിട്ടാണ് അത് പിടിപ്പിച്ചിരിക്കുന്നത്. അതും സേഫായിട്ട് തന്നെ 2 ഊരിയെടുക്കുക. ലോക്ക് പിടിച്ചതിന് ശേഷം നമുക്ക് ബമ്പർ ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ MG വിൻസറിൻ്റെ ഫ്രണ്ട് ബമ്പർ അഴിച്ചാലുള്ള വിഷ്വൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നു. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അടുത്ത വീഡിയോയുടെ അപ്ഡേഷൻ എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.